Radio Library. Radio Library with RJ Radish. നമ്മളൊക്കെ ഖത്തറിലെത്തിയിട്ട് എത്ര വർഷമായി? ഖത്തറിനെ കൂടുതൽ മനസ്സിലാക്കിയോ? എന്നാൽ 1978 ഖത്തറിലെത്തി ഖത്തറിനെ അന്നു മുതൽ മനസ്സിലാക്കിയ ഒരാൾ എന്റെ കൂടെ ഇന്ന് റേഡിയോ ലൈബ്രറിയിലുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ ഞാൻ രതീഷ്. ദോഹയിൽ നടന്നു തീർന്ന വഴികൾ എന്നൊരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. 1978 മുതൽ ദോഹ കണ്ട കാഴ്ചകളൊക്കെ ഒരു പുസ്തകത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ശ്രീ അഹമ്മദ് പാതിരപ്പറ്റ. ആദ്യകാല മാധ്യമ പ്രവർത്തകനാണ് ഖത്തറിലെ. നിരവധി പത്രങ്ങളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ചന്ദ്രികയുടെ പ്രാദേശിക ലേഖകനായിട്ട് തുടക്കം കുറിച്ചു. ലീഗ് ടൈംസിന് വേണ്ടിയിട്ട് കോഴിക്കോട് സിറ്റിയിലെ കാസർഗോഡ് ബ്യൂറോകളിൽ സേവനം ചെയ്തിട്ടുണ്ട്. 1980-കളിൽ ഖത്തർ പ്രസ് ആൻഡ് പബ്ലിക്കേഷൻസ് വകുപ്പിന്റെ പത്രലേഖനുള്ള അക്രഡിറ്റേഷൻ ലഭിച്ചു. ലീഗ് ടൈംസ്, ചന്ദ്രിക, വർത്തമാനം, മാതൃഭൂമി, സുപ്രഭാതം പത്രങ്ങളുടെ ദോഹയിലെ ലേഖകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം റേഡിയോ ലൈബ്രറിയിലേക്ക് അഹമ്മദ് പാതിരപ്പറ്റ. നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം. അതായത് 1978 മാർച്ച് മാസം 23 കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് ദോഹയില് വിമാനം വന്നിറങ്ങിയ ദിവസം. അതുമുതൽ ഇന്നെന്താണ് ദോഹ എത്രത്തോളം മാറി, ഖത്തർ എത്രത്തോളം മാറി എന്നുള്ളത് ഈ പുസ്തകത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമായി മാത്രം റൂമുകളിൽ എയർ കണ്ടീഷൻ, അതുപോലെ ലാൻഡ് ഫോൺ സാർവത്രികമായി എല്ലാ റൂമുകളിലൊന്നും ഇല്ല. അത്യാവശ്യം റൂമുകളിൽ മാത്രം, പ്രഗത്ഭരുടെ റൂമുകളിൽ മാത്രം ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. വിനിമയ സൗകര്യങ്ങൾ വളരെ കുറവ്. ആ കാലഘട്ടത്തിൽ ദോഹയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള റോഡുകളോ പിന്നെ ഹൈവേ റോഡുകളൊന്നുമില്ല. ചെറിയ റോഡുകളിലൂടെ, അതായത് ഓരോ കേന്ദ്രങ്ങളുടെ നഗരഭാഗത്ത് മാത്രം, പട്ടണ ഭാഗത്ത് മാത്രം ഈ റൗണ്ട് ബോട്ടുകളുണ്ട്. റൗണ്ട് ബോട്ടുകളും ടൂ വേ റോഡുകളുണ്ട്. ബാക്കി എല്ലാ ഭാഗത്തും സിംഗിൾ റോഡുകളായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടം. അധികം കെട്ടിടങ്ങളുടെ ബാഹുല്യമില്ല. എയർപോർട്ട് എങ്ങനെയാണ്? അതൊരു വളരെ ചെറിയൊരു എയർപോർട്ട്. ഇന്നത്തെ എയർപോർട്ടിന്റെ 100-1 എന്ന് പറഞ്ഞാൽ മതിയാവില്ല. അത്രയും ചെറിയൊരു എയർപോർട്ട്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയായിരുന്നു? നാട്ടിൽ നിന്ന് ഞാൻ ട്രെയിനിൽ ബോംബെയിലേക്ക് വന്നത്. ഏതാണ്ട് 1.5 ദിവസം ട്രെയിനിൽ ബോംബെയിലെത്തി. ബോംബെയിലാണെങ്കിൽ ഇന്നത്തെ പോലെ പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. അപ്പൊ അന്ന് 2 വിസ ഉണ്ടായിരുന്നു. ഒന്ന് കമ്പനി വിസ, ഒന്ന് ഫ്രീ വിസ. ഫ്രീ വിസക്കാർക്ക് അധികം ബോംബെയിൽ നിന്ന് നിൽക്കണ്ട, പെട്ടെന്ന് ബോംബെയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പൊ ഞാനൊരു 2 ദിവസം ബോംബെയിൽ നിന്നപ്പോൾ 3-ാമത്തെ ദിവസം തന്നെ ദോഹയിൽ നിന്ന് ബ്രിട്ടീഷ് എയർവേസിന്റെ ഫ്ലൈറ്റിൽ ദോഹയിലേക്ക് എത്തി. അപ്പൊ അന്ന് എത്തിയപ്പോൾ ചെറിയൊരു എയർപോർട്ടിൽ ഭാഷാപരമായ പ്രശ്നമുണ്ട്. പക്ഷേ ആദ്യം സ്വീകരിക്കുന്നത് ഒരു മലയാളിയായിരുന്നു. മലയാളി എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ വിദ്യാർത്ഥി സംഘടനയുടെ കൂടെ പ്രവർത്തിച്ചൊരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് എനിക്ക് വലിയ സമാധാനമായി. ഇവിടെ മലയാളികളുണ്ടല്ലോ, അപ്പം പ്രശ്നമില്ല എന്നുള്ള എനിക്ക്. അങ്ങനെ അദ്ദേഹം എന്നെ ഐഡന്റിഫൈ ചെയ്ത് പിന്നെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തന്ന് അങ്ങനെ പുറത്ത് വിട്ടപ്പോൾ ഞാനിങ്ങനെ ടാക്സി പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വക്കീലുണ്ട്, മൊയ്ത് വക്കീൽ എന്ന് പറയും. അയാളെ സ്വീകരിക്കാൻ ഒരാൾ വന്നിരുന്നു. ആ വന്ന ആള് എന്റെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് എന്നെ നേരത്തെ പരിചയമുള്ള ആളാണ്. അപ്പൊ അയാൾക്ക് എന്നെ കണ്ടപ്പോൾ ഈ മൊയ്ത് വക്കീലിനേക്കാളും കൂടുതൽ എന്നോട് താല്പര്യം തോന്നി. മൂപ്പർ എന്നെയും കൂട്ടി മൂപ്പർ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് വിസ തന്ന ആളാ അയാളിൽ തന്നെ. അന്ന് ടെലിഫോൺ നമ്പറൊന്നും അറിയില്ലല്ലോ, ഈ മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പൊ അയാൾ വിളിച്ച് വിവരം അറിയിച്ചിട്ടാണ് വൈകുന്നേരം അയാൾ വന്ന് എന്നെയും കളക്ട് ചെയ്ത് അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 1970 ഒരു 26 വയസ്സുണ്ട്. 26 വയസ്സിലാണ് ദോഹയിലേക്ക് ആദ്യം വന്നത്. അപ്പൊ ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത് സുവർണ തീരത്ത് സ്വപ്നങ്ങളോടെ 1978 മാർച്ച് 23 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ചാപ്റ്ററുകളായിട്ടാണ് കടന്നു പോകുന്നത്. ഇവിടെ അന്ന് സ്വപ്നഭൂമിയാണ് ഞങ്ങളെയൊക്കെ. ഇപ്പൊ നാട്ടിൽ ഈ പത്രപ്രവർത്തനവും രാഷ്ട്രീയമൊക്കെ ആയിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. അന്ന് ഗൾഫ് എന്ന് പറഞ്ഞ ആളൊക്കെ വലിയൊരു സ്വപ്ന. കാരണം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സുവർണ ഭൂമി എന്നിങ്ങനെ നാട്ടുകാർ സങ്കല്പിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടാണ് സ്വപ്നങ്ങളുമായി സുവർണ തീരത്ത് എന്ന് പറയാനുള്ള കാരണം. വെളുപ്പും ചുവപ്പും കലർന്ന ടാക്സിയിൽ ഞങ്ങൾ പുറപ്പെട്ടു. അഹമ്മദ് ഹാജിയുടെ മുറിയിലേക്കായിരുന്നു യാത്ര. റൂമിൽ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി. ഫ്രഷ് ആവാനുള്ള സൗകര്യമൊരുക്കി, ഭക്ഷണം നൽകി. ഞാൻ ദോഹയിൽ ഇറങ്ങിയ വിവരം എനിക്ക് വിസ നൽകിയ ഏരോത്ത് പോക്കർ ഹാജിയെ അദ്ദേഹം അറിയിച്ചു. ഞങ്ങൾ എത്തിയ സ്ഥലം ജഫേരിയാണെന്ന് അറിഞ്ഞു. തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതി. ആ സ്ഥലം പിൽക്കാലത്ത് എന്റെ ഖത്തർ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു എന്നതാണ് വസ്തുത. ഖത്തർ ജീവിതകാലത്തെ ഗണ്യമായ സമയവും ഞാൻ ചെലവഴിച്ചത് തൊട്ടടുത്തുള്ള അസ്മക്കിലായിരുന്നുവെന്ന് ചരിത്ര നിയോഗമായിരിക്കാം. ഇന്ന് ബാങ്ക് സ്ട്രീറ്റ് എന്ന് പറയും. ബാങ്ക് സ്ട്രീറ്റിന്റെ ബേക്കറിലെ അസ്മക്ക് എന്ന് പറഞ്ഞാൽ ഈ ടൗണിന്റെ ഹൃദയഭാഗം, ദോഹന്റെ ഹൃദയഭാഗമാണ് അസ്മക്ക്. അവിടുന്നാണ് സൂക്ക് ഫാല, അതുപോലെ സൂക്ക് വാക്കിഫ്, ഡൗൺ ടൗൺ, ഈ ഭാഗത്തേക്കൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന സ്ഥലത്തായിരുന്നു താമസം. അപ്പൊ ആ താമസം കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാനുള്ള ടാക്സി കിട്ടാനും, അതുപോലെ അത്യാവശ്യം അക്കാലത്തുണ്ടായിരുന്ന ബസ്സുണ്ട് ദൂരപ്രദേശത്തേക്ക് മാത്രം. അതായത്
ഇൻഡസ്ട്രിയൽ ഏരിയ, ഷഹാനിയ, ഷിമാലി, ഈ 3 ഭാഗങ്ങൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഉംസെയ്ദ്, അന്നും മിസൈദ് എന്ന് പറയുന്ന ഉംസെയ്ദിലാ. ആ ഉംസെയ്ദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇന്നത്തെ മിസൈദ് അന്ന് ബസ് ഉണ്ടായിരുന്നു. അത് വളരെ റെയറായിട്ടുള്ള ബസ്സുകൾ, പഴയൊരു ബസ്സാണ്. മുൻഭാഗം കുറച്ച് ഉന്തി നിന്നിട്ടുള്ള, മുന്നോട്ട് ഉന്തി നിന്നിട്ടുള്ള ഒരു പഴയ ബസ്സാണ്. ആ ബസ്സിൽ 1 റിയാൽ കൊടുത്താൽ അന്ന് ഈ പ്രദേശങ്ങളിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ അസ്മക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ഉണ്ടായി. അത് എന്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ പല സ്ഥലത്തേക്കും പല പരിപാടികൾക്കും പങ്കെടുക്കാനും പോകാനൊക്കെ ഉള്ളൊരു സൗകര്യമുള്ള ഒരു സ്ഥലമായിരുന്നു. അങ്ങനെയുള്ളൊരു ഉപകാരം കിട്ടി ആ സ്ഥലം കൊണ്ട്. ഇതില് 6ാം ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് പൂക്കൾ വർണ്ണാഭമാക്കിയ റൗണ്ട് ബോട്ടുകൾ, 1978 കാലത്തെ റോഡുകളും കെട്ടിടങ്ങളും ആ കാലത്ത് ഒരുപാട് ആശ്ചര്യപ്പെടുത്തിയിരുന്നെങ്കിലും ഒരു രാജ്യം ഇത്രമാത്രം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന സങ്കല്പത്തിനതീതമായാണ് ഖത്തറിലെ വികസന രംഗത്തെ ഓരോ കുതിപ്പുകളും. അന്നത്തെ റൗണ്ട് ബോട്ടുകൾ ഇന്ന് മാറി വന്നിരിക്കുന്നു. റൗണ്ട് ബോട്ടുകൾ എന്ന് പറഞ്ഞാല് പട്ടണത്തിനെന്ന് ഇവിടെ മനോഹരിത പകർന്ന ഒരു ദൃശ്യമായിരുന്നു. ഈ റൗണ്ട് ബോട്ടുകൾ പോയപ്പോഴും ഇപ്പം സിഗ്നലായപ്പോൾ ആ ഒരു മനോഹരിത നഗരത്തിന് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം ഓരോ കേന്ദ്രങ്ങളിലും ഈ റൗണ്ട് ബോട്ടുകൾ പുഷ്പ നിബിഡമായ റൗണ്ട് ബോട്ടുകൾ, അതിലിങ്ങനെ ചെടികളൊക്കെ പൊടിപ്പിച്ച് നല്ല പുഷ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല മനോഹരിത ചാർത്തിയിരുന്നു. അപ്പം ടൗണിന്റെ ചിത്രമൊക്കെ എടുക്കുമ്പോൾ ആ റൗണ്ട് ബോട്ടുകൾ വളരെയധികം മനോഹരിത ചാർത്തിയിരുന്നു. ഇന്ന് ആ റൗണ്ട് ബോട്ടുകളല്ല പ്രയോജനം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കംപ്ലീറ്റ് പ്രധാനപ്പെട്ട റൗണ്ട് ബോട്ടുകൾ, ആ റൗണ്ട് ബോട്ടുകളുടെ സ്തൂപങ്ങൾ ഉണ്ടായിരുന്നു ഓരോരോ, ആ സ്തൂപങ്ങളൊക്കെ തകർത്ത് ഇപ്പൊ സിഗ്നലായി മാറിയത്. അതുപോലെ മുറിയിലെത്തിക്കഴിഞ്ഞാൽ 543 എന്ന നാഷണൽ പാനാസോണിക് ടേപ്പ് റെക്കോർഡിലിട്ട് പാട്ടുകൾ കേൾക്കാനുള്ള ധൃതിയായിരുന്നു. മനസ്സ് തുറന്ന് പാട്ടുകൾ ആസ്വദിച്ച ആ നാളുകൾ മധുരം പുരണ്ട ഓർമ്മകളായി മനസ്സിനെ ഇപ്പോഴും തലോടുന്നു. അന്ന് ഇന്നത്തെ പോലെ മൊബൈലൊന്നും പാട്ട് കേൾക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അപ്പൊ പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ കേസറ്റുകളാണ്. അപ്പൊ നമ്മൾ ഈ സൂഖ്പാല എന്ന് പറയുന്ന ആകെയുള്ള ഒരു ടൗൺ സൂഖ്പാലയാണല്ലോ. അപ്പൊ ഈവനിങ്ങിൽ ഞങ്ങളൊക്കെ സൂക്കിലേക്ക് കൂട്ടുകാരൊത്ത് സൂഖ്പാലയിലേക്ക് പോകും. അപ്പൊ അവിടെ ഈ കേസറ്റ് കടകളിൽ നിന്നുള്ള മാപ്പിളപ്പാട്ടുകളും മറ്റുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പൊ അവിടെ നിന്ന് നമ്മൾ അന്നത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈവനിങ്ങളൊന്ന് സൂക്കിലൊക്കെ പോയി പുതിയ പുതിയ കേസറ്റുകൾ വാങ്ങിയിട്ട് അത് കൊണ്ടുവന്നാലേ അന്ന് ഏറ്റവും അറിയപ്പെടുന്ന ടേപ്പ് റെക്കോർഡ് എന്ന് പറയുന്നത് 543. വേറെ പലതും ഉണ്ട്, പല മോഡേണൊക്കെ പിന്നീട് വന്നിരുന്നു. പക്ഷെ അന്ന് സാർവത്രികമായിട്ടുണ്ടായിരുന്നത് 543. അപ്പൊ ഈ 543 എന്ന് ഞാനിങ്ങനെ എഴുതാൻ കാരണം ഏറ്റവും പ്രചാരമുള്ള ടേപ്പ് റെക്കോർഡർ 543. അപ്പൊ അതിന് ഞങ്ങൾ വെച്ച് പാട്ടുകൾ കേൾക്കുക, അത് അന്നത്തെ വലിയൊരു കാര്യമായിരുന്നു. മാത്രമല്ല വെള്ളിയാഴ്ചകളിൽ അബുദാബി TV-യിൽ ഒരു ഹിന്ദി ചിത്രം ഉണ്ടാവും. ആ ചിത്രം കാണാൻ ഞങ്ങൾ കാത്തിരിക്കും. ഒരു വൈകുന്നേരം അങ്ങനെ TV-യിൽ സിനിമ വരും. ആ സിനിമക്ക് വേണ്ടി റൂമിൽ ഇങ്ങനെ നിറയെ ആളുകളുണ്ടാവും, TV-യിൽ ഉള്ള റൂമുകളിൽ. അപ്പൊ അതൊരു വലിയൊരു അനുഭൂതിയായിരുന്നു. വിദേശികൾക്ക് കാറുകൾ അപൂർവമായി മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന കാലം. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബാലികേറാ മലയായി കരുതിയിരുന്ന നാളുകളിൽ ആ കടമ്പ ചാടിക്കടക്കാൻ അധികം ആരും ധൈര്യപ്പെടാറില്ല. സ്വന്തമായൊരു കാർ പലർക്കും ഒരു സ്വപ്നമായിരുന്നു. മോട്ടോർ ബൈക്കിലും നാടൻ സൈക്കിളിലും ഒക്കെ ആയിരുന്നു സഞ്ചാരം. അന്ന് കാറുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ അന്നത്തെ പ്രഗത്ഭരായ കുറെ ആളുകളുണ്ട്. കമ്പനികളുടെ ജനറൽ മാനേജർമാർ, അതുപോലെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ള ഷോപ്പിന്റെ ഉടമകൾ, അങ്ങനെയുള്ള അപൂർവ ആളുകൾക്ക് മാത്രവും, അതുപോലെ ചില അപൂർവ മലയാളികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അത് പിന്നെ ചില കമ്പനികളുടെ ഡ്രൈവറല്ലോ ജോലിയുള്ള ആളുകൾ. അപ്പൊ അവരുടെ അടുത്ത് മാത്രമായിരുന്നു അന്ന് സ്വന്തമായിട്ട് കാറുണ്ടായിരുന്നത്. അപ്പൊ ഈ കമ്പനികളുടെ കാറുകൾ ചില ഡ്രൈവർമാരുടെ കയ്യിലുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യും കാറിൽ. എല്ലാത്ത സാധാരണക്കാരന്റെ പിന്നെ വാഹനം എന്ന് പറയുന്നത് ബൈസിക്കിളില്ലേ, സാധാരണ സൈക്കിൾ നാട്ടിൽ പറയാനേ, ആ സൈക്കിളും പിന്നെ മോട്ടോർ ബൈക്കുമായിരുന്നു. മോട്ടോർ ബൈക്ക് അന്ന് പ്രധാനപ്പെട്ട ഒരു വാഹന. അത് ജോലിക്കൊക്കെ പോകുന്ന ഇന്നത്തെ ഈ മന്ദൂബ് എന്നൊക്കെ പറയുന്ന റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടല്ലോ, പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോകുന്നത്, അവർക്ക് യൂസ് ചെയ്തിരുന്നത് മോട്ടോർ ബൈക്കാണ്. ഖത്തറിന്റെ ചരിത്രത്തിൽ മലയാളികളുടെ പങ്ക് അവഗണിക്കാനാകില്ല. 1950-കളിൽ തന്നെ മലയാളി സാന്നിധ്യം ഖത്തറിലുണ്ടായിരുന്നു. ഖത്തറിന്റെ ഇപ്പോഴത്തെ ഈ വളർച്ചയിൽ പോലും മലയാളികളുടെ ഒരു സാന്നിധ്യമുണ്ട്. അതെ, അത് 1950-കളിൽ നേവിഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസുകളിലേക്ക് ആദ്യമായിട്ട് ബോംബെ റിക്രൂട്ട് ചെയ്തിട്ട് കുറെ മലയാളികൾ കൊണ്ടുവന്നിരുന്നു. ആ മലയാളികൾ അക്കാലത്ത് ദോഹയിലുണ്ടായിരുന്നു. കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരൊക്കെ പിന്നീട് നേവിഗേഷന്റെ തന്നെ ഉന്നത ഓഫീസർമാരും ഉദ്യോഗസ്ഥരായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അവര് തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും മറ്റുള്ള കമ്പനികളിലൊക്കെ ഉന്നത പദവികളിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അത് വളരെ അപൂർവമായിട്ടുള്ള ആളുകളാണ് അന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് ജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങിയെന്ന് പറഞ്ഞാൽ 70s-ലാണ്. മലയാളികളുടെ ഒഴുക്ക് തുടങ്ങിയ 70s-ലാണ്. അതിൽ 76 ആണ് ദോഹയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാലഘട്ടം. അതായത് ഏറ്റവും കൂടുതൽ നല്ല ശമ്പള വർധനൊക്കെ ഉണ്ടായത് ആ ഒരു കാലഘട്ടത്തിലാണ്.
അപ്പോൾ ഈ 70s ആണ് കൂടുതൽ ആളുകൾ മലയാളികൾ ദോഹയിലേക്ക് ഒഴുകി തുടങ്ങി. ഞാൻ ദോഹയിലെത്തി അധിക നാളായില്ല. ഹിജറ 1400 വർഷത്തിന്റെ ഭാഗമായി 1979 സീറത്തുന്നബി കോൺഫറൻസ് ദോഹയിൽ നടന്നിരുന്നു. ആ കാലത്ത് ദോഹയിൽ മികച്ച കോൺഫറൻസ് ഹാളുകളില്ലായിരുന്നു. ഒയാസിസ് ഹോട്ടലിലായിരുന്നു സമ്മേളന വേദി. ഞാൻ ദോഹയുമായി പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. സമ്മേളനം ലീഗ് ടൈംസിന് റിപ്പോർട്ട് ചെയ്യണമെന്ന അതിയായ മോഹം മനസ്സിലെത്തിച്ചു. അന്ന് സമ്മേളന വോളണ്ടിയറായിരുന്ന ഖത്തർ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫായ അഹമ്മദ് അടിയോട്ടിലിന്റെ സഹായത്താൽ സമ്മേളന വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള അക്രഡിറ്റേഷൻ കിട്ടി. അതെന്തെന്നില്ലാത്ത സന്തോഷം. ആദ്യത്തെ അക്രഡിറ്റേഷൻ കിട്ടുന്ന ഒരു പരിപാടിക്കാണ്. നമുക്കൊക്കെ ഇവിടെ ഓരോ പ്രോഗ്രാമിന് ഇപ്പോൾ വേൾഡ് കപ്പ് അടക്കമൊക്കെ അക്രഡിറ്റേഷനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യകാല മാധ്യമ പ്രവർത്തകൻ കൂടി തന്നെയാണ്. അന്നൊരു അക്രഡിറ്റേഷൻ കിട്ടുന്നു, ഖത്തറിൽ നിന്ന് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന തുടക്ക സമയം. അപ്പം ഞാൻ വന്ന് കുറച്ച് കാലം ദോഹയായിട്ട് പരിചയപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ ഒരു സീറത്തുൻ നബി, അതായത് പ്രവാചകന്റെ കാലഘട്ടത്തിന്റെ 1400 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇവിടെ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അന്ന് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ അന്താരാഷ്ട്ര കോൺഫറൻസുകളുടെ ഒരു കാലഘട്ടമൊന്നുമല്ല, അപൂർവമായിട്ട് നടക്കുന്ന ഒരു സമ്മേളനം. അപ്പൊ ആ സമ്മേളനത്തിൽ ഈ അടിയോട്ടിലാകുമ്പോൾ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫീസ് സ്റ്റാഫായിരുന്നു. ചെറിയ പയ്യനാണെങ്കിൽ ഒന്ന് നല്ല സ്വാധീനമൊക്കെ ഉള്ള ആളായിരുന്നു. അക്കാലഘട്ടത്തിൽ വലിയ പത്രപ്രവർത്തകനുണ്ട്. പിന്നെ നാസർ അൽ ഉസ്മാൻ, അയാളായിരുന്നു ആ മീഡിയന്റെ അന്നത്തെ മീഡിയ കോർഡിനേറ്റർ ഈ സമ്മേളനത്തിന്റെ. അപ്പൊ അയാളെ ബന്ധപ്പെട്ടിട്ട് എനിക്ക് പത്രത്തിന്റെ അക്രഡിറ്റേഷൻ കിട്ടുന്നു. അപ്പൊ അന്ന് മലയാളികളുടെ കൂട്ടത്തിൽ എനിക്ക് വന്നത് പത്ര അക്രഡിറ്റേഷൻ കിട്ടിയ ആദ്യത്തെ പത്രപ്രവർത്തകൻ ഞാനായിരിക്കും. അന്ന് ഇവിടെ അത്യാവശ്യം ആളുകളുണ്ട്, ഞാൻ മാത്രമാണ് മലയാളി പത്രപ്രവർത്തകനായിട്ട് അതിൽ പങ്കെടുത്തത്. അപ്പൊ അന്ന് ഈ നാസർ ഉസ്മാനുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. ആ പരിചയം പിന്നീട് എനിക്ക് ദോഹയിൽ മാതൃഭൂമി നിരോധിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ്ട് 86 മാതൃഭൂമി ദോഹയിൽ നിരോധിച്ചിരുന്നു. ആ മാതൃഭൂമിന്റെ നിരോധനം നീക്കിയിട്ട് മാതൃഭൂമി രണ്ടാമത് പുറത്തിറക്കാൻ എന്നെ സഹായിച്ചത് ഈ നാസർ ഉസ്മാനുമായിട്ടുള്ള ബന്ധമായിരുന്നു. അയാളായിരുന്നു ആദ്യം നാസർ ഉസ്മാൻ മാതൃഭൂമിയുടെ ഇവിടുത്തെ ദോഹയുടെ സ്പോൺസർ. പിന്നീട് വീണ്ടും മാതൃഭൂമി നിരോധിച്ചപ്പോൾ രണ്ടാമത് വേറൊരു സ്പോൺസർ കെയർ ഓഫിലാണ്, ഖത്തർ ഫൗണ്ടേഷന്റെ ഒരു ഉന്നത ഓഫീസറുടെ സ്പോൺസർഷിപ്പിലാണ് രണ്ടാമത് മാതൃഭൂമി ഇറക്കി. പിന്നീട് മാതൃഭൂമിക്ക് നിരോധനം ഉണ്ടായിട്ടില്ല. അപ്പൊ അന്ന് ആ ഒരു കാലഘട്ടത്തില് നിരവധി പ്രശസ്തരായ ആളുകളോട് സംസാരിക്കാൻ സാധിച്ചു, പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കാൻ സാധിച്ചു, അവരുടെയൊക്കെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെ ഞാൻ തുർക്കിയിലെ അർബാഖാൻ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു ഇസ്ലാമിക് ലീഡർ ഉണ്ടായിരുന്നു. അയാൾ അന്ന് സമ്മേളനത്തിൽ പരിചയപ്പെടാൻ കഴിഞ്ഞ്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് വലിയൊരു പണ്ഡിതൻ വന്നിരുന്നു, അബു അലി ഹസൻ നദ്വി. അയാളെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല, അയാളെ കാണാൻ സാധിച്ചു. അതുപോലെ ഈ സമ്മേളനം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഡൽഹിയിലുള്ള പത്രപ്രവർത്തകരുണ്ടായിരുന്നു, അവരുമായിട്ടും അതുപോലെ അന്നത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറുമായിട്ടൊക്കെ അന്ന് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അന്നെനിക്ക് ഭാഷാപരമായ കഴിവൊന്നുമില്ല, എങ്കിലും ഞാൻ ഉള്ള ഭാഷ, അറിയുന്ന ഭാഷ ഉപയോഗിച്ചിട്ട് ഇവരൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ ആ വാർത്ത ലീഗ് ടൈംസ് നല്ല ഗംഭീരമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ സമയത്ത് എത്ര മീഡിയാസ് ഉണ്ടായിരുന്നു ഇവിടെ? അന്ന് മലയാള പത്രപ്രവർത്തകർ ഞാനും കക്കുളത്ത് അബ്ദുൽ ഖാദർ മാത്രമേ അക്രഡിറ്റേഷനുള്ള പത്രപ്രവർത്തകരുള്ളൂ. പിന്നീടാണ് പിന്നെ മാധ്യമത്തിന്റെ മുഹമ്മദ് പാറക്കടവ്, മലയാള മനോരമക്ക് വാർത്ത കൊടുക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് അക്രഡിറ്റേഷൻ ഒന്നുമില്ല, KC വർഗീസ്. അയാൾ ഔദ്യോഗിക റിപ്പോർട്ടറല്ല, എങ്കിലും മലയാള മനോരമയിൽ അദ്ദേഹത്തിന്റെ വാർത്തകൾ വരാറുണ്ടായിരുന്നു വെയിലിന് വെച്ചിട്ട്. ഇത്രയും പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ ജോലി ഉണ്ടായിരുന്നു ഞാൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ കാറമേൽ ഓഫീസ് സ്റ്റാഫ് ആയിരുന്നു. ആ സമയത്ത് തന്നെ വാർത്തയാക്കും. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ദോഹ? അന്നത്തെ മാധ്യമ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, ജോലി എങ്ങനെയായിരുന്നു, അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ? അതെ, എനിക്ക് പരമാവധി ആകുന്ന കാര്യങ്ങളൊക്കെ, ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു പുസ്തകമായിട്ട് മുഴുവൻ കാര്യങ്ങളും എഴുതിയാൽ ഈ പുസ്തകം വായിക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അധികം വലിയ പുസ്തകം വേണ്ട എന്നുള്ള നിലക്കാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആദ്യത്തെ പുസ്തകം എഴുതി. അന്ന് വിദ്യാശക്തി വകുപ്പിൽ ഇംഗ്ലീഷുകാരുടെ കൂടിയായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു മലയാളി നാട്ടിൽ നിന്ന് വന്നിട്ട് ഇംഗ്ലീഷുകാരുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭാഷാപരമായ പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് പരിഹരിച്ച് ഞാൻ പിന്നെ ഇംഗ്ലീഷുകാരുടെ ശരിക്കുള്ള ടൈപ്പിസ്റ്റ് ആയാണ് വർക്ക് ചെയ്ത്. അപ്പോൾ ടൈപ്പ് റൈറ്ററുള്ള കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ, അത് നാടൻ ടൈപ്പ് റൈറ്ററുകൾ മാനുവൽ ടൈപ്പ് റൈറ്ററിന് മാറി ഇലക്ട്രിക് ടൈപ്പ് റൈറ്ററായി, പിന്നീട് കമ്പ്യൂട്ടറിൽ എത്തിയ കാലഘട്ടത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് VIPs വരുമ്പോൾ, അതായത് രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ വിമാനത്താവളത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നു.
ഓ, അത് അന്നത്തെ വലിയൊരു സൗകര്യം എന്ന് മാത്രമല്ല, അവിടെ നമുക്ക് ഇന്റർനാഷണൽ കോള്, നാട്ടിൽ ഫോണിലുള്ള ആളുകൾക്ക് വിളിക്കാനും പറ്റും, കോള് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു അനുഭൂതിയായിരുന്നു. കാരണം VIP റോഞ്ചില് ഭരണാധികാരികൾ അടുത്തിരിക്കുക, അടുത്ത് പോയി ഇരിക്കാൻ പറ്റൂലെങ്കിലും. അപ്പൊ ഒഫീഷ്യൽസിന്റെ റോല് നിന്നിട്ട് പിന്നെ നമുക്ക് ഈ ഭരണാധികാരികൾക്ക് ഷെയ്ക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം അന്ന് കിട്ടിയിരുന്നു. അങ്ങനെ അന്ന് ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയൊക്കെ ഷെയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പഴയ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ താനി ഇല്ലേ, അദ്ദേഹത്തിനും പിന്നെ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി, ഇവർക്കൊക്കെ അന്ന് ഹസ്തദാനം ചെയ്യാനുള്ളൊരു സൗഭാഗ്യം ആ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അക്കാലത്തെ തുർക്കിയിലെ ഭരണാധികാരി പ്രസിഡന്റ് വന്നപ്പോൾ അയാൾക്കും ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിരുന്നു. അതുപോലെ പാകിസ്ഥാനിലെ സിയാഉൽ ഹഖ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ അന്നത്തെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഉസ്നി മുബാർക്ക് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് തൊട്ടടുത്ത് നിന്ന് സ്വീകരിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. കോൺഫറൻസുകളിൽ പിന്നെ ഞാൻ ഇവിടെ ഇസ്ലാമിക് സമ്മിറ്റിൽ യാസർ അർഫാത്തിനെ മുഖാമുഖം നിന്ന് സംസാരിച്ചിരുന്നു. അതായത് മറ്റുള്ള പത്രപ്രവർത്തകരോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. കൂടുതൽ സംസാരിക്കാനൊന്നും അവസരം കിട്ടിയില്ല. അതുപോലെ ബേനസീർ ഭുട്ടോനെ 2 പ്രാവശ്യം, ഒന്നൊരു കോൺഫറൻസിൽ റിസ്കാൾട്ടൺ ഹോട്ടലിൽ വെച്ചിട്ട്, രണ്ടാമത് ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഭരണാധികാരികൾ വന്ന് താമസിക്കുന്നു, അവിടെ ഒരു പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് ബേനസീർ ഭുട്ടോന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനും സംസാരിക്കാനൊക്കെ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ദോഹയിൽ നടന്നുകൊണ്ടിരുന്ന ഓരോ കാഴ്ചകളും ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ 22-ാം ഭാഗത്തേക്ക് വരുമ്പോൾ ചുവന്ന നിറമുള്ള മീസാൻ കല്ല്, മിസൈമീറിലെ ഖബർസ്ഥാൻ അടുത്തെത്തുമ്പോൾ എന്റെ മനസ്സിൽ ദുഃഖം ഘനീഭവിക്കും. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പ്രിയ അനുജന്റെ ഓർമ്മകൾ തികട്ടിയെത്തും. മനസ്സിൽ ദുഃഖചവി പടരും. ഖബറിന് മുകളിൽ ചുവന്ന നിറത്തിൽ PM മൊയ്തു എന്ന് എഴുതി വെച്ച കൊച്ചു മീസാൻ കല്ലുണ്ട്. ഞാൻ ഏറെ സ്നേഹിച്ച അനുജൻ മൊയ്തു ശാന്തമായി ഉറങ്ങുന്നത് ഇവിടെയാണല്ലോ. അത് വലിയൊരു ട്രാജഡി എന്റെ ജീവിതത്തിൽ. 89-ല് നേരത്തെ സൗദിയിലായിരുന്ന എന്റെ ബ്രദറാ ഞാൻ ഏറെ പ്രതീക്ഷയോടുകൂടി ദോഹയിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് അധികം നാളുകളായിട്ടില്ല, കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പൊ അന്ന് എന്റെ ബ്രദർ, എന്റെ മറ്റൊരു ബ്രദറും ലോ ഉണ്ടായിരുന്നു ഇവിടെ. അവർ താമസിച്ച ദോഹാജതിയില, ഞാൻ ഈ യസ്മക്കിലാണ്. അപ്പൊ അന്ന് രാത്രിയാണ് ഇവൻ പെട്ടെന്ന് മരണപ്പെടുന്നത്. ആ വിവരം കിട്ടിയപ്പോൾ ഞാൻ രാത്രി എന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ആ റൂമിൽ വന്നപ്പോൾ മരിച്ചു കിടക്കുന്ന എന്റെ അനുജനെ കണ്ട്. അപ്പൊ അത് ജീവിതത്തിൽ മറക്കാനാകാത്തൊരു വല്ലാത്തൊരു ട്രാജഡി ആയിരുന്നു. ഇന്നത്തെ പോലെ സൗകര്യമൊന്നുമില്ലാത്ത കാലത്ത് അബൂഹമൂർ ഖബറിസ്ഥാൻ എന്ന് പറയുന്നത് അതിന്റെ ആരംഭ കാലഘട്ടം. അപ്പൊ അങ്ങനെ ഈ ഡെഡ് ബോഡി എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പോലെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സൗകര്യം ഒന്നില്ല, അപൂർവം ഫ്ലൈറ്റുകളല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇവിടെ തന്നെ മറവ് ചെയ്യേണ്ടി വന്ന്. അപ്പൊ ആ കൊണ്ടുപോയ അനുഭവങ്ങളും. അപ്പൊ ഞാൻ അധിക ദിവസം എനിക്ക് ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു, പ്ലാസ മാളിലുണ്ടായിരുന്നു, ബർവ സിറ്റിയിൽ ലുലുവിലുണ്ടായിരുന്നു. അപ്പൊ ഈ ഞാൻ ഡെയിലി പോകും. അവിടെ നിന്ന് രാത്രി ആ ഷോപ്പ് സന്ദർശിച്ച് തിരിച്ച് ഈ ഖബറിസ്ഥാന്റെ അടുത്തൂടെ വരുമ്പോ എപ്പോഴും അവിടെ എത്തുമ്പോൾ എന്റെ മനസ്സിൽ ചുവന്ന മീസാങ്കല്ലും എന്റെ അനുജനെ ഓർമ്മ വരും. ആ മീസാങ്കല്ലിന്റെ അടുത്ത് പോയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറെ ആയിട്ട് പോകാറില്ല, കാരണം ഇപ്പൊ ആ ഖബറിസ്ഥാനിൽ ആ മീസാങ്കല്ലും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റില്ല, അത്രയധികം ഖബറുകൾ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തർ എത്തിയിട്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടു, നേതാക്കന്മാരെ നേരിട്ട് കാണാൻ സാധിച്ചു, ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചു, കുറച്ചധികം സൗഹൃദങ്ങളുണ്ടായി, സിനിമാ രംഗത്തുനിന്ന് അടക്കം. അതെ, സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ വിട്ടുപോയൊരു സംഭവം, ജോർജ് ബുഷിന്റെ പത്രസമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ അമേരിക്കൻ ബേസിൽ പിന്നെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ അനുഭവം ഞാൻ പിന്നെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പോലെയല്ല, ഭയങ്കര സെക്യൂരിറ്റി അല്ലേ, ഇന്നും ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും. അപ്പൊ അന്ന് ഷെറാട്ടണിൽ ഞങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് ഷെറാട്ടണിൽ എത്താൻ പറഞ്ഞു. അപ്പൊ ഷെറാട്ടണിൽ എത്തിയപ്പോൾ വിശന്നിട്ട് ഒന്നും കഴിക്കാതെ പോയല്ലേ. സാധാരണ ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ സ്നാക്സ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കഴിക്കുമല്ലോ, ഒരു പ്രയാസം ഇല്ല, അതിനാരും തടസ്സമൊന്നും പറയൂല്ലോ, അതിങ്ങനെ പത്രക്കാർക്കുള്ളതാണല്ലോ. പക്ഷെ അന്ന് ഞാൻ ഈ അമേരിക്കൻ മീഡിയ സെന്ററിന് ചായ കുടിച്ചപ്പോ ഒരു കേക്കും ഒരു ചായയും കഴിച്ചപ്പോ വന്ന് തടഞ്ഞ് അമേരിക്ക ഉദ്യോഗസ്ഥ, ഇത് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകെ സ്തംഭിച്ചുപോയി. അപ്പൊ ഞാനേതായാലും എടുത്തേ ഞാൻ കഴിച്ചു, സോറിയും പറഞ്ഞ്. അങ്ങനെ അന്ന് അവിടെ നിന്ന് സെക്യൂരിറ്റി കഴിഞ്ഞ്, ചെറാട്ടന്റെ സെക്യൂരിറ്റി പരിശോധനയൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ അമേരിക്കൻ ബേസിൽ കൊണ്ടുപോയി. അവിടുന്ന് ഇതുപോലെ തന്നെ നായകളും മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ അകമ്പടിയോടെ നായകളുടെ പരിശോധന കഴിഞ്ഞ്, മെഷീൻ പരിശോധന കഴിഞ്ഞ്, മിലിറ്ററി ഉദ്യോഗസ്ഥയുടെ ഒരു മിലിറ്ററി കാരിയുടെ ഒരു പെണ്ണാണ് അകമ്പടിയോടുകൂടിയാണ് പത്രസമ്മേളന ഹാളിലേക്ക് എത്തിച്ചത്. അപ്പൊ അന്ന് കുറെ വെയിറ്റ് ചെയ്ത്, ആകെ വെള്ളം മാത്രമാണ് ഈ അമേരിക്കൻ പത്രസമ്മേളനത്തിൽ പോയാൽ ഇതുപോലെ ഫുഡൊന്നും കിട്ടൂല. വെള്ളവും കഴിച്ചിട്ട് വിശന്നതുകൊണ്ട് ഞങ്ങളൊക്കെ പത്രക്കാരിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ജോർജ് ബുഷ് വന്നപ്പോ അദ്ദേഹം പത്രസമ്മേളനം കഴിഞ്ഞ് എല്ലാവരെയും വന്ന് വിഷ് ചെയ്ത്, അത് ജീവിതത്തിൽ വലിയ മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. പ്രേം നസീർ ഇവിടെ ആദ്യം MES ഒരു പരിപാടിക്ക് വന്നായിരുന്നു.
വന്നപ്പോൾ ഞാനങ്ങനെ അന്ന് ഈ സിനിമാ ഭ്രാന്ത് നന്നായുള്ളൊരു കാലഘട്ടം. അന്ന് നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ സിനിമയോട് ഭയങ്കര ഭ്രാന്തുള്ളൊരു കാലം. അപ്പൊ നസീർ എന്നാണ് ഇന്നത്തെ പോലെ അന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ അല്ലേ. അപ്പൊ നസീറിനെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ നസീറിനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ അയാളുടെ പെരുമാറ്റവും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ വല്ലാതെ ആകർഷിച്ചു പോയി. അങ്ങനെ കുറെ പടങ്ങളൊക്കെ എടുത്ത്, ഇന്നത്തെ മൊബൈലൊന്നും ഇല്ലല്ലോ, അന്ന് ക്യാമറയൊക്കെ ആയിട്ട് കുറെ പടങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും നസീർ പിന്നെ കാർബൺ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനീന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരുന്നു. ആ വന്നപ്പോഴും പഴയ പരിചയം വെച്ച് ദിവസം പോയി കാണുക, അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദം അയാളെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യം. അതുപോലെ അക്കാലത്ത് വന്ന എല്ലാ ഫിലിം സ്റ്റാർസും, മമ്മൂട്ടിയുടെ പത്രസമ്മേളനത്തിൽ, മോഹൻലാലിന്റെ പത്രസമ്മേളനത്തിൽ, അതുപോലെ ഋതി അഗ്നിഹോത്രി എന്ന് പറയുന്ന ആ സിനിമാ നടിയുടെ കൂടെ തന്നെ ഒരു ദിവസം ഞങ്ങൾ ദോഹ ചുറ്റിച്ചിരുന്നു. അതുപോലെ അന്ന് വന്ന ഒരുപാട് സിനിമാ താരങ്ങളുമായിട്ട് ബന്ധപ്പെടാനും പിന്നെ അവരൊക്കെ ആയിട്ടുള്ള പരിചയം പിന്നെ കണ്ടിന്യൂ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും പിന്നെ ഒരുപാട് ഗായകന്മാരായിട്ടുള്ള ബന്ധമൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ദോഹ എന്താണെന്ന് കൂടുതൽ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ പുസ്തകത്തിലൂടെ അഹമ്മദ് പാതിരപ്പറ്റ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ പുസ്തകം വായിക്കുന്ന ആൾക്ക് പഴയ കാലഘട്ടത്തിന്റെ ചിത്രം ഞാനൊരു ചെറിയ രൂപത്തിൽ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഒരു റെസ്റ്റോറന്റ് കയറി ചെന്നാൽ നമുക്ക് കിട്ടുന്ന ഫുഡിന്റെ ഇനങ്ങൾ എന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ അതിൽ ആ മട്ടൻ മസാലയും പിന്നെ സബ്ജി എന്ന് പറഞ്ഞ വെജിറ്റബിൾ, പൊറാട്ടയും ചപ്പാത്തിയും, അന്ന് ബാരിക്ക് എന്ന് പറയുന്ന പച്ചരിച്ചോറും മോട്ട എന്ന് പറയുന്ന ചോറിനെ കുറിച്ചും അപൂർവം ബിരിയാണി മാത്രം, ഇന്നത്തെ പോലെ മന്തി അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറെക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് അറബിക് റെസ്റ്റോറന്റ് അത്യാവശ്യമുണ്ട്. മലയാളികളുടെ ഹോട്ടലിൽ ആകെ ഒരു സ്റ്റാൻഡേർഡുള്ള ഹോട്ടൽ സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞിട്ട് ജോൺ സാറിന്റെ, അവിടെ ചില ഫുഡിന്റെ വ്യത്യസ്ത ഐറ്റങ്ങൾ കിട്ടും. VIP ഒക്കെ അവിടെയാ പോയിരുന്നത്. ഇന്നത്തെ പോലെ ബാഹുല്യമില്ല. പിന്നെ അന്ന് ജ്യൂസ് സ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ കഫ്തേരിയകളുടെ വിവിധ തരം ജ്യൂസുകളും അങ്ങനെയൊന്നും കിട്ടൂല. അന്നൊക്കെ സാധാരണ ജ്യൂസുകൾ, ജ്യൂസ് സ്റ്റാള്, സാൻഡ്വിച്ച്, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഫുഡ്. പിന്നെ അന്ന് വേറെ പ്രത്യേകത, 10 മണി കഴിഞ്ഞാല് റെസ്റ്റോറന്റോ സൂപ്പർ മാർക്കറ്റോ ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ അനുഭവം വെച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ വിഷം തെരിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുബൂസം മറ്റൊക്കെ കഴിച്ചിട്ട് വിശപ്പടിക്ക് കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഗൾഫ് സിനിമാസിലാണ്, ഗൾഫ് സിനിമയിലായിരുന്നു ഒന്നുണ്ടായിരുന്നു. പിന്നെ അമീർ സിനിമ എന്നിട്ട് വേറൊരു സിനിമ ഉണ്ടായിരുന്നു. ഈ 2 സിനിമ ടോക്കീസ് ആയിരുന്നു. അമീർ സിനിമ എന്ന് പറഞ്ഞ ഒരു ഷെഡാണ്, ഗൾഫ് സിനിമ എന്ന കുറച്ച് സ്റ്റാൻഡേർഡുള്ള തിയേറ്റർ ആയിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. റേഡിയോ മലയാളം 98.6 അറിയിക്കുകയാണ്. ഒരുപാട് പേരിലേക്ക് പുസ്തകം എത്തട്ടെ. എന്താണ് ദോഹ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പഴയ ദോഹ എന്തായിരുന്നു, ഇപ്പോഴത്തെ ദോഹ എന്തായിരുന്നു എന്നൊക്കെ ഈ പുസ്തകത്തിലൂടെ പല ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസരങ്ങൾ ഉണ്ടായി തന്നത്, എനിക്ക് പുസ്തകത്തെ പറ്റി ദോഹയിലുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി തന്നത് സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ റേഡിയോ 98.6നോട് എല്ലാവിധ കടപ്പാടും എൻ്റെ നന്ദിയും ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. അഹമ്മദ് പാതിരപ്പറ്റയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ദോഹയിൽ നടന്നു തീർത്ത വഴികൾ എന്ന പുസ്തകം, അതാണെന്ന് നമ്മൾ റേഡിയോ ലൈബ്രറിയിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. പുതിയതായിട്ട് ഒരാള് ദോഹയിലേക്ക് വരുന്നു, അവർക്ക് എന്തായിരുന്നു ദോഹ, 1978 മുതൽ ഞാൻ കണ്ട ദോഹ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെയുള്ള ദോഹ എന്താണെന്ന് ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിന് നമ്മൾ ദോഹയിലെത്തിയിട്ടും ഖത്തറിലെത്തിയിട്ടും ദോഹയുടെ ചരിത്രം എന്തായിരുന്നു, അല്ലെങ്കിൽ ഖത്തറിന്റെ ചരിത്രം എന്തായിരുന്നു എന്ന് കൂടി ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരികയാണ് അഹമ്മദ് പാതിരപ്പറ്റ. അപ്പോൾ നമുക്ക് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും വായിക്കുക. നമ്മൾ പ്രവാസികളാണല്ലോ ഇത് കൂടുതലായിട്ട് ഈ ഒരു പുസ്തകം വായിക്കേണ്ടത്. നമുക്ക് തന്നെയായിരിക്കും കൂടുതൽ ഏറ്റവും റിലേറ്റ് ചെയ്യുന്നുണ്ടാകുക. ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ താമസ കേന്ദ്രങ്ങളുടെ പേരുകൾ പറയുമ്പോഴും നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പേരുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കുക എന്നുള്ള കാര്യം കൂടിയാണ് റേഡിയോ ലൈബ്രറിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ തൽക്കാലം റേഡിയോ ലൈബ്രറിയിൽ നിന്നും ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.